നമസ്കാരം. പ്രധാന വാർത്തകൾ. ശിവപ്രിയയുടെ മരണം സർക്കാർ തല അന്വേഷണം ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധയെ തുടർന്ന് യുവതി മരിച്ചെന്ന ആരോപണത്തിൽ സർക്കാർ തല അന്വേഷണം ഇന്ന് ആരംഭിക്കും. ആരോഗ്യവകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സമിതി ഇന്ന് SATയിലെത്തി പരിശോധന നടത്തും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം HOD ഡോക്ടർ സംഗീത, ക്രിട്ടിക്കൽ കെയർ HOD ഡോക്ടർ ലത, സർജറി വിഭാഗം മേധാവി ഡോക്ടർ സജികുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷൻ ഡിസീസ് HOD ജൂബി ജോൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വെള്ളിയാഴ്ച DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. സ്വകാര്യ ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. എറണാകുളം പെരുമ്പാവൂർ അല്ലപ്രയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബസ്സിലുണ്ടായിരുന്ന നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പെരുമ്പാവൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ മലയാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമുണ്ട്. എന്നാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 20ഓളം പേർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടായ ഉടനെ നാട്ടുകാരടക്കമുള്ളവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. തിളപ്പിച്ച വെള്ളത്തിൽ മുളകുപൊടി കലർത്തി ഒഴിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. മരിച്ചത് കട്ടപ്പന വലിയപാറ പാറപ്പാട്ട് സ്വദേശി രാജീവനാണ്. 58 വയസ്സായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വലിയപാറ അങ്ങേമടം സ്വദേശിയായ ബിജുവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. നവംബർ 3-നാണ് സംഭവം നടന്നത്. അയൽവാസികളായ രാജീവനും ബിജുവും തമ്മിലുണ്ടായ തർക്കം അതിക്രമത്തിലേക്ക് നീങ്ങി. തർക്കത്തിനിടെ ബിജു തിളച്ച വെള്ളത്തിൽ മുളകുപൊടി കലർത്തി രാജീവിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ രാജീവിനെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്കുകൾ അതീവ ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ചെങ്കോട്ട സ്ഫോടനം. കൊല്ലപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 5 പേരെ തിരിച്ചറിഞ്ഞു. UP സ്വദേശി ദിനേശ് മിശ്ര, തുണിക്കട നടത്തിയിരുന്ന ദില്ലി സ്വദേശി അമർ കടാരിയ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹസിൻ, ബീഹാർ സ്വദേശി പങ്കജ് സൈനി, 21-കാരനായ UP സ്വദേശി റുമാൻ എന്നിവരാണ് തിരിച്ചറിഞ്ഞത്. 21-കാരനായ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. 8 പേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. അതേസമയം ഇന്നലെ രാത്രി പകർഗഞ്ച്, ദരിയാഗഞ്ച് പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ രാത്രി മുഴുവൻ പോലീസ് പരിശോധന നടത്തി. ഹോട്ടൽ രജിസ്റ്ററുകൾ പോലീസ് സംഘം പരിശോധിച്ചു. പരിശോധനയിൽ 4 പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനവുമായി ബന്ധപ്പെട്ട പോലീസ് 13 പേരെ ഇതുവരെ ചോദ്യം ചെയ്തു. കോവളം ബീച്ചിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പ്രഭാത സവാരിക്കിറങ്ങിയ ഹോട്ടൽ ഉടമയ്ക്കാണ് ഇന്ന് കടിയേറ്റത്. രാവിലെ ഹവ ബീച്ചിലൂടെ നടന്നുവന്ന സ്വകാര്യ ഹോട്ടൽ നടത്തുന്ന കണ്ണൂർ സ്വദേശി റോബിന്റെ വലതുകാലിൽ കൂട്ടമായി എത്തിയ തെരുവുനായ കടിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി റോബിൻ കടലിലേക്ക് ചാടിയെങ്കിലും നായ്ക്കൾ വിടാതെ പിന്തുടർന്ന് കടിക്കുകയായിരുന്നു. റോബിൻ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. ശനിയാഴ്ച ലൈറ്റ് ഹൗസ് ബീച്ചിൽ നടപ്പാതയിലൂടെ വരികയായിരുന്ന വിദേശ വനിതയെയും തെരുവുനായ ആക്രമിച്ചിരുന്നു.